വിദേശികൾ ഉൾപ്പെടെ ഇപ്പോൾ സനാതനധർമ്മത്തിൽ ആകൃഷ്ടരായി എത്തുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹിന്ദുമതത്തിൽ ആകൃഷ്ടരായി 6 അംഗ വിദേശികൾ ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തയാണ്. ഹിന്ദുമതത്തിൽ ആകൃഷ്ടരായ വിദേശികൾ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെത്തി സനാതനധർമ്മം സ്വീകരിച്ചു. ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാകുകയും ചെയ്തു. അമേരിക്ക, ഇറ്റലി, പെറു എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡാരിയോസ് വിഷ്ണു ആനന്ദ്, മൾട്ടീന മാ മംഗളാനന്ദ, ഇവാൻ ആചാര്യ രാംദാസ് ആനന്ദ്, ഗബ്രിയേലെ മാ സമാനന്ദ, മാർസിയോസ് പ്രകാശ് ആനന്ദ, നെൽമാസ് മാ നിത്യാനന്ദ എന്നിവരാണ് ഇൻഡോറിലെ പരമാനന്ദ് യോഗ സയൻസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യോഗ പരിശീലനത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയത്. ഇവിടുത്തെ യോഗ അധ്യാപകരും ഇന്ത്യൻ പാരമ്പര്യങ്ങളും ഇവരെ ആഴത്തിൽ സ്വാധീനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ സംസ്കാരം, ആചാരങ്ങൾ, ഉത്സവങ്ങൾ, ഹിന്ദുമതം എന്നിവയെക്കുറിച്ച് അറിഞ്ഞ ശേഷം ഇവർ സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല, ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിക്കുവാനും തീരുമാനിച്ചു. ഉജ്ജയിനിലെ നിനോറയിലെ പരമാനന്ദ യോഗ ആശ്രമത്തിൽ ദേവമന്ത്രങ്ങളുടെ അകമ്പടിയോടെയാണ് 3 വിവാഹങ്ങളും നടന്നത്. അതേപോലെ സനാതനധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ ബാധകമായ ആചാരങ്ങൾ എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത്. സനാതന എന്നതിന്റെ അർത്ഥം ശാശ്വതമായതെന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തം എന്നതുമാണ് അർത്ഥമാക്കുന്നതും. ഹിന്ദുമതത്തിന് ഏകദേശം 6000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ BC 3000-നും BC 15000-നും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവമെന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം. മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത്. സനാതനധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ്. ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്തുകൊണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഒരു മുസ്ലിം യുവാവ് ഹിന്ദു മതം സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഫക്രുദ്ദീൻ എന്ന യുവാവാണ് ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്ത് സ്വന്തം മതം ഉപേക്ഷിച്ചത്. തന്റെ പേരും ബത്തേക്ക ബഹദൂർ സിംഗ് എന്നാക്കി മാറ്റുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിലും അവർക്കെതിരായ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മതം മാറ്റം നടന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദു മത വിശ്വാസികൾക്കെതിരായ അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ട ഫക്രുദ്ദീൻ തന്റെ വിശ്വാസത്തെ ഏറെ ആലോചിക്കുകയും സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. സനാതനധർമ്മത്തിന്റെ സത്യവും സ്നേഹവുമാണ് എന്നെ ആകർഷിച്ചത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും രാഷ്ട്രീയ ഹിന്ദു ഷേർ സേനയുടെ പ്രസിഡന്റ് വികാസ് ഹിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മതം മാറുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്ക് ചേക്കേറിയ 15000 ആസാം വനവാസികളാണ് അടുത്തിടെ ഹിന്ദു വിശ്വാസത്തിലേക്ക് എത്തിയതെന്ന് അടുത്തിടെ ഹിന്ദു ധർമ്മ സംസ്കൃതി സുരക്ഷാ സമിതി പറഞ്ഞിരുന്നു. അതേപോലെ 4 പതിറ്റാണ്ട് മുൻപ് പൂർവികർ ചെയ്ത തെറ്റു തിരുത്തിക്കൊണ്ട് 3 കുടുംബങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതന ധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള 3 കുടുംബങ്ങളിലെ 8 അംഗങ്ങളായിരുന്നു മുസ്ലിം വിശ്വാസം ഉപേക്ഷിച്ച് ഹിന്ദു മതം സ്വീകരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു മതത്തിലെ കഹാർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു തങ്ങളെന്നും ഈ കുടുംബം പറഞ്ഞു. ഇനി ഹിന്ദു മതത്തിൽ എക്കാലവും തുടരുമെന്നും ഇവർ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.